നമസ്കാരം. മൈൻഡ് കോച്ച് പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ ഒരാളോട് നോ അല്ലെങ്കിൽ പറ്റില്ല എന്ന് പറയാൻ ബുദ്ധിമുട്ടുന്ന ഒരാളാണോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. നോ പറയാം, അതായത് ഒരാളോട് നോ പറയാൻ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരാൾ എന്ന് പറയുന്നത് തന്നെയാണ് പീപ്പിൾ പ്ലീസർ എന്ന് പറയുന്നത്. നിങ്ങളിത് കേട്ടിട്ടുണ്ടാവില്ല ഇതുവരെ, കാരണം ഇത് അത്ര റെലവൻ്റ് ആയിട്ടൊരു ടോപ്പിക്കായിട്ട് വരാത്തൊരു കാര്യമാണ് ഈ പീപ്പിൾ പ്ലീസിങ് എന്ന് പറയുന്നത്. കാരണം ഒട്ടുമിക്ക എല്ലാ ആളുകളും അറ്റ് സം പോയിന്റ് ഓർ എസ്പെഷ്യലി നമ്മൾ ഇന്ത്യൻസ് പീപ്പിൾ പ്ലീസേഴ്സ് തന്നെയാണ്. പക്ഷേ ഇതിനെ കൊണ്ടുണ്ടാകുന്ന ഒരുപാട് ദൂഷ്യങ്ങളുണ്ട്. അതിൽ നിന്ന് ഗെറ്റ് ഓവർ എങ്ങനെ ചെയ്യാം, നിങ്ങളത് റിയലൈസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ചിലർ അറിയുപോലുമില്ല അവർ പീപ്പിൾ പ്ലീസേഴ്സ് ആണ് എന്നുള്ളത്. സോ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും നമ്മളൊരു പീപ്പിൾ പ്ലീസർ ആണെന്നുള്ളത്? സോ പീപ്പിൾ പ്ലീസറിൻ്റെ അത് ഡെഫിനിഷൻ തന്നെ പറയാം. പീപ്പിൾ പ്ലീസിംഗ് എന്ന് പറഞ്ഞാൽ എൻ്റെ കാര്യം ഞാൻ കംപ്ലീറ്റ് ആയിട്ട് മറന്ന് വേറൊരാളുടെ സന്തോഷം, അതായത് മറ്റൊരാളെ സന്തോഷിപ്പിക്കുക, അത് എൻ്റെ ഓൺ ലൈഫ് എൻ്റെ ഓൺ സെൽഫ് കളഞ്ഞതുകൊണ്ട് ഞാൻ മറ്റൊരാളെ സന്തോഷിപ്പിക്കുക അല്ലെങ്കിൽ അവരെന്നെക്കുറിച്ച് നല്ലത് പറയാനെന്ന് മാത്രം വിചാരിക്കുന്നതിനെയാണ് പീപ്പിൾ പ്ലീസിങ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇത് എന്താണ്? ആക്ച്വലി നമ്മൾ പീപ്പിൾ പ്ലീസർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരാളുടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഒരാൾക്ക് അവരുടെ ഓൺ സെൽഫിനെ അവർ കംപ്ലീറ്റ് ആയിട്ട് അങ്ങ് കളയും. അതായത് അവർക്ക് സ്വന്തമായിട്ടൊരു സെൽഫ് ഇല്ല, അവരുടെ ഓൺ തോട്ട്സ് അല്ലെങ്കിൽ അവരുടെ ഓൺ വാല്യൂസിന് അവർ ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. മറ്റുള്ളവരെന്ത് പറയുന്നു അവരുടെ വാലിഡേഷൻ കിട്ടണം, അവരുടെ അപ്രൂവൽ കിട്ടണം. ഒരാൾ പറയുകയാണ് നിങ്ങളൊരു കാര്യം നന്നായിട്ട് ചെയ്തു, സ്വന്തമായിട്ട് നമുക്കറിയാം നമ്മൾ നന്നായിട്ട് ചെയ്തു എന്നുള്ളത്. പക്ഷേ ഈ ഒരാൾക്ക് അത് മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് കേൾക്കുമ്പോഴത്തേക്കൊരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകും. ഇതിന് കാരണങ്ങൾ പലതുണ്ടാകാം. ഒന്നെങ്കിൽ അപ്ബ്രിങ്ങിങ്ങിൻ്റെ ആകാം, അതായത് ഒരുപാട് സ്ട്രിക്റ്റ് പാരൻറ്റിങ് വരുന്ന ഫാമിലീസിലുണ്ടാകുന്ന ആൾ പീപ്പിൾ പ്ലീസറായി മാറാൻ ചാൻസ് കൂടുതലാണ്. കാരണം വീട്ടുകാരിൽ നിന്ന് അപ്രൂവൽ കിട്ടാനായിട്ട് ഒരുപാട് കിടന്ന് സ്ട്രഗിൾ ചെയ്ത്, വീട്ടുകാരെപ്പോഴും നല്ലത് പറയണമെങ്കിൽ ഒരുപാട് അവർ സ്ട്രഗിൾ ചെയ്താലേ എന്തെങ്കിലും നല്ലത് പറയും. ആ നല്ലത് കേൾക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നവരെയാണ് പീപ്പിൾ പ്ലീസേഴ്സായി പിന്നെ ഫ്യൂച്ചറിലേക്ക് അഡൾട്ടായി മാറുമ്പോഴത്തേക്ക് അതൊരു പീപ്പിൾ പ്ലീസറായി മാറാൻ ചാൻസ് ഉണ്ട്. പിന്നെ എന്തെങ്കിലും ട്രോമാറ്റിക് എക്സ്പീരിയൻസ്, ഒരാളായിട്ട് ഭയങ്കര വലിയൊരു കോൺഫ്ലിക്റ്റായി, അത് ഭയങ്കര പ്രശ്നമായി, അപ്പോൾ അങ്ങനെ ഒരു ട്രോമാറ്റിക് എക്സ്പീരിയൻസ് വരുമ്പോഴത്തേക്ക് നമുക്ക് ഒരു പേടിയാവും. പിന്നെ ഓക്കെ, ഞാൻ ആരെന്ത് പറയുന്നു അതങ്ങ് ഞാൻ കേട്ടങ്ങ് നിന്നേക്കാമെങ്കിൽ പിന്നെ എനിക്ക് വേറെ വലിയ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഉണ്ടാകത്തില്ലല്ലോ. അപ്പോൾ നിങ്ങൾ കോൺഫ്ലിക്ട്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾ ഇതുപോലെ നോ പറയാതിരുന്നിട്ടുണ്ട്. പക്ഷേ എന്തെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, നമ്മൾ രാത്രിയിൽ ഒന്നിരിക്കുമ്പോഴത്തേക്ക് അതിനെക്കുറിച്ചൊന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ സ്വന്തമായിട്ട് നമ്മുടെ ലൈഫിൽ നമുക്ക് ഉണ്ടാവുന്നുണ്ടോ എന്ന് ചിന്തിക്കുക. ഉണ്ടാവില്ല. കാരണം നമുക്കൊരു ആലോചിക്കുമ്പോഴത്തേക്ക് ഓക്കെ എനിക്ക് ഞാൻ ഇന്ന് ഇത്രയും പേർക്ക് വേണ്ടിയിട്ട് ജീവിച്ചു എന്നുള്ളൊരിത്. നമ്മളിത് വോളണ്ടിയർ വർക്കായിട്ട് ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. വോളണ്ടിയർ വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വേറൊരാൾക്ക് വേണ്ടി ചെയ്യാൻ ഇഷ്ടമുള്ളത് കൊണ്ടാണ്, അത് നമ്മൾ വോളണ്ടിയർലി ചെയ്യുന്ന ഒരു കാര്യമാണ്, നമ്മൾ തന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ അതും പീപ്പിൾ പ്ലീസിങ് തമ്മിൽ വ്യത്യാസമുണ്ട്. നമുക്ക് നോ പറയണമെന്ന് ആഗ്രഹമുണ്ട്. എന്തിനാണെന്ന്, ചെറിയ കുട്ടികൾ പോലും സ്കൂളിൽ പഠിക്കുമ്പം അവർ ഈ പിയർ പ്രഷറിനകത്ത് പെട്ടുപോകുന്നതിൽ പീപ്പിൾ പ്ലീസിങ്ങിൻ്റെ കാര്യം. അപ്പം ഞാൻ എപ്പോഴും കുട്ടികളോട് അതിനെക്കുറിച്ച് മനസ്സിലാക്കി കൊടുക്കും. നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ അവിടെ നോ പറയാൻ പഠിക്കണം. നിങ്ങൾ അവരോട് ബാക്കിയുള്ളവരോട് നോ പറയണം. അവർ പറഞ്ഞു നിങ്ങളെ ലെഫ്റ്റ് ഔട്ട് ആയാലും സാരമില്ല, നമ്മുടെ ഒപ്പീനിയനെ നമ്മൾ സ്ട്രോങ് ആയിട്ട് നിൽക്കാനായിട്ട് നമ്മൾ പഠിക്കണം എന്ന് ഞാൻ എന്നും സ്റ്റുഡൻസിനോട് പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പം ഈ കുട്ടികൾ ചിലപ്പോൾ ഈ അഡോളസൻസിലാണ് കൂടുതൽ ഈ പീപ്പിൾ പ്ലീസിങ്ങിലേക്ക് കയറി പിന്നെ അഡൾട്ടായി കഴിയുമ്പോൾ അവർ കംപ്ലീറ്റ് ഒരു പീപ്പിൾ പ്ലീസറായിട്ട് മാറും. അതുകൊണ്ട് അവരെ ഞാൻ എന്നും അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പീപ്പിൾ പ്ലീസേഴ്സിൻ്റെ ഉള്ള ചില കുഴപ്പങ്ങൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞ പോലെ അവർ സ്വന്തമായി മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാനായിട്ട് ശ്രമിക്കും. അതുപോലെ തന്നെ അത് ചെയ്യുന്ന വേറൊന്നിനും വേണ്ടിയിട്ടല്ല, അവരുടെ ഒരു പോസിറ്റീവായിട്ട് എന്തെങ്കിലും ഒരു ഫീഡ്ബാക്ക് കിട്ടാനായിട്ട്, അതൊരു വാലിഡേഷൻ അവരുടെ കയ്യിൽ നിന്ന് കിട്ടണം, അപ്രൂവൽ. അവരെന്ത് പറയുന്നു, ഓക്കെ അവർ പറഞ്ഞാൽ പിന്നെ ഇനി എനിക്ക് വേറെ ഒരു ഒപ്പീനിയൻ ഇല്ല എന്നുള്ള രീതിയിൽ. അതുപോലെ തന്നെ ഒരു കോൺഫ്ലിക്റ്റ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, ചിലപ്പോൾ നമ്മുടെ ഇപ്പോൾ ഒരു മീറ്റിങ്ങിന് ഇരിക്കുകയാണ്, നിങ്ങൾക്ക് നല്ല റെലവൻറ്റ് പോയിന്റ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും, പക്ഷേ ഞാനത് തുറന്നു പറഞ്ഞ് ആരെങ്കിലും എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും, ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും എന്ന് പറഞ്ഞ് ജീവിക്കും. അപ്പോൾ ആ സമയത്ത് മനസ്സിൽ എനിക്ക് നല്ല പോയിന്റ്സ് ഉണ്ട്, പക്ഷെ എനിക്കത് പറയാനുള്ള ധൈര്യമില്ല. അപ്പോൾ എന്ത് ചെയ്യും, ഞാൻ ബാക്കിയുള്ളവരുടെ കൂടെ തലകുലിക്കുക അങ്ങ് ഞാൻ യെസ് അങ്ങ് പറഞ്ഞു പോകും. അവരെന്ത് പറയുന്നു, ബാക്കിയുള്ളവർ എന്ത് പറയുന്നു, മെജോറിറ്റി എന്ത് പറയുന്നു, ഞാൻ അതിലേക്ക് അങ്ങ് ബ്ലെൻഡ് ചെയ്ത് അങ്ങ് കയറി പോവുകയാണ്. അപ്പോൾ നമ്മുടെ സ്വന്തം, പക്ഷെ വീട്ടിൽ ചെന്ന് ആലോചിക്കുമ്പോഴത്തേക്ക്
ഞാൻ ഈ ചെയ്യുന്നതൊക്കെ എന്തിനാ എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് സ്വന്തമായിട്ടുണ്ടാകും. കാരണം നമുക്ക് സ്വന്തമായിട്ടൊരു സെൽഫ് വാലിഡേഷൻ അല്ലെങ്കിൽ നമുക്കൊരു സെൽഫ് എസ്റ്റീം എന്ന് പറഞ്ഞാൽ നമ്മളെ തന്നെ ഒരു വിലയിരുത്തലാണ്, സെൽഫ് വാല്യൂ എന്ന് പറയും. അപ്പോൾ ഇത് നമുക്ക് വളരെ കുറവായതുകൊണ്ടാണ് നമുക്ക് മറ്റുള്ളവരുടെ അപ്രൂവൽ വേണ്ടി വരുന്നത്. ഇനി ഇതിൽ നിന്ന് എങ്ങനെ ഇറങ്ങാൻ പറ്റും? ഞാനിതിന് കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളൊരു പീപ്പിൾ പ്ലീസർ ആണെന്ന്, ഇപ്പം ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങൾ ചിലപ്പം സ്വന്തമായിട്ടൊന്ന് വിലയിരുത്തി കാണും, ഓക്കെ ഞാനൊരു പീപ്പിൾ പ്ലീസർ ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും. അങ്ങനെയാണെങ്കിൽ ചെറിയ ചെറിയ ടിപ്സ് ഞാൻ പറഞ്ഞുതരാം, ഇതെങ്ങനെ ഇറങ്ങാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് എന്ന് പറഞ്ഞാൽ സെൽഫ് ലവ് ആണ്. സ്വന്തമായി നമ്മളെ സ്നേഹിക്കാൻ പഠിക്കണം. സെൽഫിഷ്നെസ് അല്ല സെൽഫ് ലവ് എന്ന് പറഞ്ഞാൽ. നമ്മളെ തന്നെ ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്തേ. നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യാം. നമ്മളെന്നും ബാക്കിയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് എല്ലാം ചെയ്യുന്നത് അല്ലേ? സ്വന്തമായിട്ട് നമ്മൾ എന്തെങ്കിലും ഒന്നും വേണ്ട, ഒരു കപ്പ് ഓഫ് ടീ അത് എനിക്ക് വേണ്ടിയിട്ടാണെന്ന് വിചാരിച്ചൊന്ന് കുടിച്ചു നോക്കുക. അതാണ് സെൽഫ് ലവ്. അപ്പം നമ്മളത് പ്രാക്ടീസ് ചെയ്യുക. അപ്പം ഈ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളത് നമ്മളെക്കുറിച്ച് എന്ത് പറയുന്നു എന്നുള്ളത് നമുക്കൊരു വിഷയമല്ലാതായി മാറും. സോ സെൽഫ് ലവ് ശരിക്കും പ്രാക്ടീസ് ചെയ്ത് വരേണ്ട ഒരു കാര്യമാണ്. ഇനിയും വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സെൽഫ് വാലിഡേഷൻ, മറ്റുള്ളവരുടെ വാലിഡേഷൻ കിട്ടാതെ, ഇത് വളരെ ബുദ്ധിമുട്ടാണ് ഇതിൽ നിന്നൊന്ന് ബ്രേക്ക് ഓഫ് ചെയ്ത് ഇറങ്ങുക എന്ന് പറയുന്നത് ഈ പീപ്പിൾ പ്ലീസിങ്. അതുകൊണ്ട് അത്ര ഈസി ആയിട്ട് നിങ്ങൾ വിചാരിക്കരുത്. പക്ഷേ നമ്മുടെ മൈൻഡിനെ തന്നെ ആദ്യം പറഞ്ഞ് മനസ്സിലാക്കണം, ഓക്കെ ഞാൻ ഒരു പീപ്പിൾ പ്ലീസർ ആണ്, എനിക്ക് അതിൽ നിന്ന് മാറണം, എനിക്ക് എൻ്റെ ലൈഫിൽ കുറച്ച് ചേഞ്ചസ് ഉണ്ടാക്കണം എന്ന് നമ്മൾ തന്നെ ഒന്ന് തുനിഞ്ഞിറങ്ങണം. അപ്പോഴാണ് നമ്മൾ ഈ സെൽഫ് വാലിഡേറ്റ്. അപ്പോൾ മറ്റുള്ള ആൾ വാലിഡേറ്റ് ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് വരാം. എൻ്റെ ക്ലയൻസൊക്കെ എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അന്നേരം എൻ്റെ ഹാർട്ട് ബീറ്റ് കൂടും, എനിക്ക് സ്വെറ്റ് ചെയ്യും, അങ്ങനെ എനിക്ക് കാരണം എനിക്കൊരു വാലിഡേഷൻ കിട്ടിയില്ലെങ്കിൽ എനിക്ക് എന്നെ തന്നെ ഒരു വിശ്വാസമില്ല എന്ന് പറയും. പക്ഷെ നമ്മൾ അതിൽ നിന്ന് പതുക്കെ ബ്രേക്ക് ഓഫ് ചെയ്ത് ഇറങ്ങാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ തന്നെ ഇല്ല, യു ഹവ് ഡൺ എ ഗുഡ് ജോബ് എന്ന് നമ്മൾ സ്വന്തമായിട്ടൊന്ന് നമ്മളെ ഒന്ന് തട്ടി ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യണം. ഒരാളോട് നോ പറയുക, നോ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ജസ്റ്റ് അപ്രിഷ്യേറ്റ് യുവർ സെൽഫ്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്കൊരു ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ വെക്കാം. എല്ലാ ദിവസവും വീട്ടിൽ വന്നിരുന്ന് ഒന്ന് ആലോചിച്ചിട്ടൊക്കെ ഇന്ന് ഞാൻ എന്നോട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഞാൻ താങ്ക് ചെയ്യുന്നു എന്ന് പറഞ്ഞ് വേണമെങ്കിൽ അതൊന്ന് ജേർണൽ ചെയ്ത്, അതായത് ഒരു ഡയറിയിലോ ഒരു ബുക്കിലോ എഴുതി വെക്കുക. അപ്പോൾ പിന്നെ എപ്പോഴെങ്കിലും നമ്മൾ ഇതുപോലെ സ്ട്രഗിൾ ചെയ്യുമ്പോൾ ഈ ബുക്ക് ഒന്ന് തിരിച്ചു വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഓക്കെ ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇനിയും മുമ്പോട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നമുക്കൊരു പോസിറ്റീവായിട്ടുള്ളൊരു പ്രചോദനമോ നമുക്ക് മുമ്പോട്ട് പോകാനായിട്ടുള്ളത്. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ വെക്കുക. ഇനി അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ നോ പ്രാക്ടീസ് ചെയ്യാൻ പഠിക്കുക. സെറ്റ് ബൗണ്ടറീസ്, വെരി ക്ലിയർ ആയിട്ട് നമ്മളൊരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരാളോട് പറയുക ഇല്ല എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റൂഡാവും അല്ലേ? അസേർട്ടീവായിട്ട് നോ പറയാനായിട്ട് പഠിക്കുക. ഇപ്പം ഞാൻ കുറച്ച് എക്സാമ്പിൾസ് തരാം. ഒരു ഓഫീസിലാണെങ്കിൽ ചിലരുണ്ട് നമ്മളെ മുതലെടുക്കുന്നവർ അല്ലേ? കാരണം ഇപ്പോൾ ഈ പീപ്പിൾ പ്ലീസേഴ്സിനെ കൂടുതൽ മുതലെടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരവരുടെ ജോലി മറ്റവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പോൾ ഇവരാണെങ്കിൽ ഇവർക്ക് നോ പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് അവർക്ക് വേണ്ടായെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഇഷ്ടം പോലെ വർക്കുണ്ട്, ബട്ട് മറ്റൊരാളുടെ വർക്കും കൂടെ അവരെടുത്ത് വെക്കും, കാരണം അവർക്ക് നോ പറയാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് മാത്രം. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സെറ്റ് ബൗണ്ടറീസ് പറയുക. ഓക്കെ ഐ അണ്ടർസ്റ്റാൻഡ് ദറ്റ് യുവർ വർക്ക് ഈസ് ഇമ്പോർട്ടൻറ്റ്, പക്ഷേ എനിക്കിപ്പം എനിക്ക് ഒരുപാട് വർക്ക് ഉണ്ട്, എനിക്കിപ്പോൾ അത് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. ആൻഡ് ബി അൺഅപ്പോളജറ്റിക് അബൌട്ട് ഇറ്റ്. ഒരിക്കലും അവരോട് അപ്പോളജൈസ് ചെയ്യരുത്, യു സോറി എനിക്കത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവിടെ വീണ്ടും നമ്മൾ പീപ്പിൾ പ്ലീസർ ആവുകയാണ്, നമ്മൾ അവരെ പ്ലീസ് ചെയ്യുകയാണ്, അവരുടെ നല്ല ഒരു ഗുഡ് ബുക്കിൽ കയറാനായിട്ടാണ് ശ്രമിക്കുന്നത്. അപ്പോൾ സോറി അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ വളരെ ഡീസൻ്റായിട്ട് പറയും. അല്ലെങ്കിൽ പറയാം, എന്നെക്കുറിച്ച് ആലോചിച്ചതിന് ഇപ്പോൾ ഈ ഒരു ജോലി ആലോചിച്ചപ്പോൾ എന്നെക്കുറിച്ച് ആലോചിച്ചല്ലോ, താങ്ക് യു, പക്ഷേ ഇപ്പോൾ അറ്റ് ദ മൊമെൻറ്റ് എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുക. അപ്പം ഇതെന്ന് പറയുമ്പോൾ നമ്മൾ റൂഡായിട്ടാണോ സംസാരിക്കുന്നത്? അല്ല, നമ്മൾ വളരെ നാച്ചുറലായിട്ട് നമുക്ക് വേണ്ട എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ അവരോട് പറയുകയാണ്. പിന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളുടെ ലൈഫിൽ നമുക്ക് ഒരുപാട് നെഗറ്റീവ്സ്, അതായത് നമ്മളെ ഒരുപാട് കുറച്ച് പറയുന്നവർ, താത്തി പറയുന്ന ഇങ്ങനെയുള്ളവരെ കഴിവതും കട്ട് ഓഫ് ചെയ്ത് കളയുക. ഇനി കട്ട് ഓഫ് ചെയ്ത് കളയാൻ പറ്റാത്തവരാണെങ്കിൽ അവർ പറയുന്നത് നമ്മൾ ഒരു ചെവി കൂടെ എടുത്ത് മറ്റേ ചെവി കൂടെ വിടുക. അവരെ അങ്ങ് കംപ്ലീറ്റ് ഇഗ്നോർ ചെയ്യാനായിട്ട് പഠിക്കുക. കാരണം ഇത് കുറേ കൂടെ നമുക്ക് പറ്റും സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്താൽ. അതുകൊണ്ട് സെൽഫ് ലവ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. അത് എല്ലാവരും വിചാരിക്കും സെൽഫ് ലവ് എന്ന് സെൽഫിഷ്നെസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് അല്ല, സെൽഫിഷ്നെസ് എന്നല്ല.
സെൽഫിഷ് എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ കാര്യം മാത്രമേ ചിന്തിക്കുള്ളൂ, മറ്റുള്ളവരെ കംപ്ലീറ്റ്ലി ഡിസ്റിഗാർഡ് ചെയ്യുന്നതാണ് സെൽഫിഷ്നെസ് പറയുന്നത്. സെൽഫ് ലവ് അങ്ങനെയല്ല. നമ്മൾ നമ്മളെ തന്നെ സ്നേഹിച്ചാലേ നമ്മുടെ ചുറ്റിനുള്ളവരെ നമുക്ക് സ്നേഹിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ മറ്റുള്ളവരുടെ വാലിഡേഷൻ അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ളത് നമുക്ക് ഒരുപാട്, എസ്പെഷ്യലി ജോലി സ്ഥലങ്ങളിലൊക്കെയാണ് നമ്മൾ ഇതിൽ കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നത്. ഈ പീപ്പിൾ പ്ലീസിങ് കൊണ്ട് മറ്റുള്ളവരെ എപ്പോഴും അവരെ പ്ലീസ് ചെയ്ത് ജീവിച്ച് ഇങ്ങനെയുള്ളവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അങ്ങ് ജനറോസിറ്റി വളരെ കൂടുതലാണ്. അവർ സത്യം പറഞ്ഞാൽ അവർ എക്സോസ്റ്റഡ് ആവുകയാണ് മറ്റുള്ളവരെ പ്ലീസ് ചെയ്ത്. അവസാനം അവർ സ്വന്തമായിട്ട് അവർ ഇമോഷണലി ആണെങ്കിലും ഫൈനാൻഷ്യലി ആണെങ്കിലും അല്ലെങ്കിൽ അവരുടെ എനർജി എല്ലാം ഇതിനു വേണ്ടിയിട്ട് ഒരാളെ സന്തോഷിപ്പിക്കാൻ സ്പെൻഡ് ചെയ്ത് അവരുടെ ഒരു ലൈഫിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ട് തന്നെ അവർ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ ഈ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് തന്നെ ടാക്കിൾ ചെയ്യുന്നത് ആക്ച്വലി വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. കാരണം നിങ്ങൾ ചൈൽഡ്ഹുഡ് തൊട്ടേ ഇങ്ങനെയാണ് പഠിച്ചു വന്നേക്കുന്നത്. സോ അതിൽ നിന്ന് നമ്മൾ എങ്ങനെ ചേഞ്ച് വരുത്താം എന്നുണ്ടെങ്കിൽ അത് ബ്രേക്ക് ഓഫ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത് ഒരു സൈക്കോളജിസ്റ്റിനെ കാണുന്നതാണ്. ഒരു കൗൺസിലിങ്ങിന് പോയി കഴിയുമ്പോൾ നിങ്ങൾ ആദ്യം നിങ്ങളെ തന്നെ മനസ്സിലാക്കുക. നിങ്ങൾക്ക് കുറേ കൂടി ഒരു ഐഡിയ കിട്ടും, ഞാൻ ശരിക്കും ഒരു പീപ്പിൾ പ്ലീസർ ആണോ എന്നുള്ളത്. ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ അതിൽ നിന്ന് ഇറങ്ങുക തന്നെ ചെയ്യുക. കാരണം അത് ഇറങ്ങിക്കഴിയുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ഉള്ളൊരു മതിപ്പ് വളരെ കൂടും. നമ്മുടെ സെൽഫ് എസ്റ്റീമും നമ്മുടെ സെൽഫ് ഇമേജ് എല്ലാം നമുക്ക് വളരെ കൂടുതലായിട്ട് തന്നെ വരുള്ളൂ. സോ എപ്പോഴും ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ കാണുക. ഇത് കുട്ടികൾക്ക് മാത്രമല്ല, ഇത് അഡൾട്ട്സിനായിട്ടാണ് ഈ ടോപ്പിക്ക് ഞാൻ മെയിനായിട്ട് എടുത്തത്. കാരണം ഒരുപാട് ആളുകൾ ഇതുകൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്ന, പീപ്പിൾ പ്ലീസിങ് കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്നവരെ ഒരുപാട് പേഴ്സണലി എനിക്ക് അറിയാം. എനിക്ക് ഒരുപാട് ക്ലയൻസ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകമായിട്ട് എടുത്തു പറയുന്നത്. സോ ഇന്നത്തെ ടോപ്പിക്ക് നിങ്ങൾക്ക് റെലവൻ്റ് ആയിട്ടും നിങ്ങൾക്കത് ഇഫക്റ്റീവായിട്ട് തോന്നി എന്ന് വിചാരിക്കുന്നു. വീണ്ടും അടുത്തൊരു നല്ലൊരു വിഷയമായി കാണുന്നത് വരേക്കും നന്ദി, നമസ്കാരം. വിമൻ ടോക്ക് ടൈം എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആസ്വദിക്കുക.